ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാട്ടോ. അപ്പം നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ ട്രിപ്പ് പോകേണ്ട തലേ ദിവസം ഞങ്ങൾ ചിക്കനൊക്കെ പെരട്ടി വെച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അവൻ ഒരു സ്പെഷ്യൽ അരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അവൻ ചിക്കനിൽ പെരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചൗച്ചൗല്ലേ, അവൻ പറഞ്ഞാൽ അതും നമുക്ക് വെക്കാം, അപ്പോൾ പോകുമ്പോൾ കഴിക്കാമല്ലോ. അപ്പം സമയം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയില്ല ഗൈസ്. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നത് 2 മണിയായി ഞാൻ കുളിക്കാൻ കയറിയപ്പം. അപ്പോൾ പിന്നെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു. ആ ടൈമിൽ കിച്ചുവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വാഗമൺ പോയായിരുന്നു കേട്ടോ. വാഗമണ്ണാണ് ഗൈസ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു 7:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ടൈം പോവാല്ലോ. 8 മണിയാവും അവിടുത്തെ കടകളൊക്കെ. 8 10 മണിയൊക്കെ ആവും. ഹായ് ഗൈസ്, നമ്മളിത് അതേം വാഗമൺ എത്തി. എല്ലാവരും ഇവിടെ ഉണ്ട്. മൊട്ടക്കുന്നിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ 9 മണിയായിട്ട് തുറക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കട്ട പോസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. ഒരു കടയും ഇവിടെ തുറന്നിട്ടില്ല. കണ്ടോ? അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോകണം. അവസാനമായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം. കുറേയൊക്കെ കടകൾ നോക്കി, പക്ഷേ കണ്ടില്ല. എന്നിട്ട് നമ്മൾ മൊട്ടക്കുന്നി വന്നപ്പോൾ അവിടെ കട തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൊട്ടക്കുന്നി വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ മൊട്ടക്കുന്നിലോട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഞങ്ങളൊരു അവസാനം ഒരു കടയിൽ ചെന്നു കേട്ടോ. ചെന്നപ്പോഴാണെങ്കിൽ അവിടെ മറ്റേ കോഫിയില്ല, പാലില്ല. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ കഴിച്ച് ഞങ്ങളൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പിടിച്ചിന്ന് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ വന്നു കേട്ടോ. ഹോട്ടലിൽ വന്നപ്പം അവിടെ ദോശയും ചമ്മന്തി, സാമ്പാർ, പിന്നെ ചപ്പാത്തി, പൈൻ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈൻ ഫോറസ്റ്റ്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മേ അയ്യോ അതെന്തത് ഇങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, മരം മാത്രം. പ്രകൃതി രമണീയമായ തണുപ്പുണ്ട്. എന്നാലും ഇരിക്കാനുള്ള അത്ര സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാവകളും കണ്ണാടിയും അത്രയും എന്താ വെച്ചാൽ റേറ്റ് കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ചടപുളുത്ത് സാധനങ്ങളൊക്കെ എനിക്കധികം ഇഷ്ടമായില്ല. പിന്നെ കമ്മലൊക്കെ മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് പോയിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കറങ്ങി നിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസോർട്ട് ചെക്ക് ഇൻ ചെയ്യുന്നത് 1 മണിക്കാണ്. അതുകൊണ്ടാണ് കറങ്ങിയുന്നത്. ഇതാട്ടോ നമ്മൾ എടുത്ത റിസോർട്ട്. ഇത് നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നല്ല റിസോർട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 2 റിസോർട്ടുണ്ട്. ഒരെണ്ണം ഇതും. അപ്പം നമ്മൾ ഇതാട്ടോ എടുത്തിരിക്കുന്ന. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ തേയിലത്തോട്ടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇതാണ് വൈബുള്ള സ്ഥലം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പൂൾ. ഇതാണ് നമ്മൾ പൂൾ. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ഇത് വീടിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേനും ഹാൾ. QR കോഡോ? ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണ് കപ്പിൾസ്. കറക്റ്റ്
അങ്ങനെ നമ്മൾ നേരെ കയറി വരുന്നത് സ്വിമ്മിംഗ് പൂൾ. അത് ഞങ്ങൾ നേരെ പൂളിൽ ചാടിയിട്ടോ. പക്ഷെ ഞാനും അനിത്രയും കുറച്ച് കഴിഞ്ഞ് ചാടാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വിളിച്ചു. പക്ഷെ ഞങ്ങൾ ചാടിയില്ല. ഇവർ ഇറങ്ങി അങ്ങോട്ട് കുളിച്ച്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ചാടിയത്. അപ്പോൾ കിച്ചു ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇനി ചാടാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ അടിപൊളി സ്ഥലം കേട്ടോ. ഭയങ്കര വൈബാണ്. എന്താ പറയുക, ഭയങ്കര ഒരു പ്രൈവറ്റ് ഏരിയ കേട്ടോ. അങ്ങനെ അതേ ശരത്ത് സ്പെഷ്യൽ മുട്ട ബുർജി ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ കുക്കും ചെയ്ത് ഒരു പ്രത്യേക വൈബല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ സമാധാനം. എഗ് ബുർജി അല്ലേ, ശരത്തിന്റെ സ്പെഷ്യൽ എഗ് ബുർജി. ഞാൻ ഇളക്കി കൊടുക്കും. അതൊന്നും പറ്റുന്നില്ല. കളക്ക് നല്ല എരിവുണ്ടാവൂലേ അപ്പൊ? പൂവ കാണാട്ട. നമ്മളെ ശങ്കരൻ രാവിലെ തന്നെ മാഗി ഉണ്ടാക്കിയ ശങ്കരൻ. അമ്മേ കിച്ചു കിടന്നുറങ്ങാണ്. കിച്ചു ഇറങ്ങിയിട്ട് അപ്പം തന്നെ ഇറങ്ങി. അല്ല ഹായ്. അങ്ങനെ ഞാനൊരു കട്ടൻ ചായ കുടിച്ച് ആരംഭിച്ചു കേട്ടോ. 2ാമത്തെ ദിവസം നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്തു. എന്ന് വെച്ചാൽ അവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ തന്നെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കൂട്ടിയിട്ടോ, 2 ദിവസത്തേക്ക് കൂട്ടി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 ഡേ എടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചില്ലിങ് വൈബിൽ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഞാൻ എല്ലാം കവർ ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴേ ഞാൻ പറയാം. പിന്നെ 2ാമത്തെ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഒരു ഗുഹ കാണാനായിട്ട് പോയിട്ടോ. എൻ്റെ പൊന്നെ അതിൻ്റെ അകത്തോട്ട് എങ്ങനെ കയറി ആൾക്കാർ കയറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ചെറിയൊരു ഹോളുണ്ട്, അവിടം വരെ നമുക്ക് നടക്കാം കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് നടക്കാൻ വേണ്ടിയിട്ട്. ഇവരെന്തോ അവിടെ അനക്കം കേട്ടെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോന്നു കേട്ടോ. അവർ കുറച്ച് നടന്ന് പക്ഷേ എന്തോ അനക്കം കേട്ടെന്ന് പറഞ്ഞ് പേടിച്ച് തിരിച്ചു പോന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ പൊന്നെ കുറേ നടക്കണമായിരുന്നു. തിരിച്ച് ആ കയറ്റം കയറി അവിടെ ഞാൻ വന്നങ്ങ് ഇരുന്ന് ഞാൻ ആ കയറി വരുന്നുണ്ട്. എനിക്ക് അണച്ചിട്ട് പാടില്ല. ഞാൻ എന്നിട്ട് കയറി വന്ന് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുടിച്ച് ഞങ്ങൾ ബിരിയാണിക്ക് വാങ്ങിച്ച് നേരെ റിസോർട്ടിലോട്ട് വന്നിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പുണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ കഴിച്ചു. പിന്നെ നമ്മൾ രാത്രിയിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കൊണ്ടുവന്നായിരുന്നല്ലോ, അപ്പം അത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ നമ്മുടെ ഷവർമയൊക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ നമ്മൾ ചിക്കി ഞാൻ ഉള്ള പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേനും കുറച്ച് കൂടാക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ചാടി കേട്ടോ. ഇനി മിക്കപ്പോഴും ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ആയിരുന്നു, അതാണ് വീഡിയോ കവർ ചെയ്യാൻ പറ്റാതെ. പിന്നെ രാത്രി ആയപ്പം വീണ്ടും ശരത്ത് എഗ് ബുർജി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടോ ശരത്തിൻ്റെ എഗ് ബുർജി. അപ്പം ഞാൻ ഇതിൻ്റെയും ഇടയ്ക്ക് ഞാൻ വിട്ടിട്ടോ. ഞങ്ങൾ എപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എഗ് ബുർജി, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ചിക്കൻ, ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ, പിന്നെ ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും അവർ കൊണ്ടുവരും കേട്ടോ. അപ്പം ഞങ്ങളിതേ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ഇവരെനിക്ക് പുട്ടും കടലക്കറിയും കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്. അടിപൊളി നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നി, തീർക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം നമ്മളൊരു 12 മണിയായപ്പോൾ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സ്ഥലം കണ്ടു പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇറങ്ങുമല്ലേ, നമ്മൾ ശരിക്കും ഇവിടെ വന്ന് നമ്മൾ സ്റ്റേ അടിച്ച് ചില്ല് ചെയ്യാനാണ് കേട്ടോ. സ്ഥലങ്ങൾ കാണാനോ അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്ത് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ വന്നത്.
അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർ സ്ഥലം കാണാൻ പോയതല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഫുൾ ടൈം റിസോർട്ടിലാണെന്ന് വെച്ചിരിക്കും. പക്ഷേ ഞങ്ങൾ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾക്കൊരു കൊതി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇല്ലിക്കൽ കല്ല് അടുത്തായതുകൊണ്ട് നമ്മൾ ഇല്ലിക്കൽ കല്ലും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇല്ലിക്കൽ കല്ലിലോട്ട് പോവാട്ടോ. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയി. എനിക്ക് ഭയങ്കര മടിയായിരുന്നേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട്. തള്ളണ്ട, പിന്നെ എപ്പോഴും തള്ളണ്ട വരും. അങ്ങനെ നമ്മൾ ജീപ്പിലൊക്കെ കയറി, എല്ലാവരും കയറി കേട്ടോ ജീപ്പിൽ. അവിടെ നിന്ന് നമ്മൾ നടന്ന് വേണേൽ കയറാം, പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കൂല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജീപ്പിൽ പോയിട്ടോ. നൈസ് പോയിപ്പായിരുന്നു. അയ്യോ നടക്കാൻ വയ്യേ. അച്ചു വാ നടക്കാങ്ങാടെ. അതെ നിസ്സാരം, സിമ്പിൾ. എന്താ പട്ടിയിടുന്നോണ്ട് അവിടെ ഇങ്ങനെ വാ. കമോൺ, എത്തി. കുറച്ചും കൂടെ, ഇത്രേ ഉള്ളൂ, എത്തി. ഓക്കെ, നിസ്സാരമല്ല ചോ. വാ വാ, കമോൺ. എങ്ങനെയോ പിടച്ച് കയറി ഇല്ലിക്കൽ കല്ല് കണ്ട്. എൻ്റെ പൊന്നെ, ഇനി ശ്വാസം മുട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയോ അതൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടാണ്. ഇറങ്ങി വരാൻ പിന്നെ സിമ്പിളാണല്ലോ, അണയ്ക്കൊന്നുമില്ല. പിന്നെ ആ ഒരു ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമ്മൾ മല ഇറങ്ങി അവിടെ തന്നെ കടയുണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ സർവത്ത് കുടിച്ച് ദാഹം മാറ്റാമെന്ന് വിചാരിച്ച് സർവത്തൊക്കെ കുടിച്ചെല്ലാവരും കേട്ടോ. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ജീപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്ക് തോന്നുന്നത് ഞാൻ തടി വെച്ചതിന് ശേഷം കേട്ടോ എനിക്ക് ഭയങ്കര അണപ്പാണെന്ന് വെച്ചാൽ ഭയങ്കര അണപ്പാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നോക്കിയപ്പം കുറേ വരിയായിട്ട് പോത്തോ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. അതുവരെ ആ ഒരു ക്ഷീണത്തിലൊക്കെ ഉറങ്ങിയൊക്കെ പോയി. ഇവിടെ എത്തിയപ്പോഴും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ മന്തി പകുതി എത്തിയപ്പോഴാണ് ഞാൻ ഓർത്ത് വീഡിയോ എടുക്കുന്ന കേസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് എല്ലാവരും ഇറങ്ങിയിട്ടാണ്. അപ്പം ടൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ചിട്ട് ഒന്നും പറയാനില്ല. ഇതല്ല കേട്ടോ, കുറേ പേരുണ്ട് ഫ്രണ്ട്സ്, അവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പം അവരൊക്കെ വരുമ്പം വേറൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ, നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോവാണ്. ഓക്കെ, ബൈ ബൈ.